ഹായ് ഓൾ ഓഫ് യു. നമ്മൾ ഫിസിക്സിന്റെ അടുത്ത ക്ലാസ്സിലോട്ട് പോവുകയാണ് കേട്ടോ. നമ്മുടെ 4ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, മൂവിങ് ചാർജസ് ആൻഡ് മാട്രിക്സ്. അതിന്റെ പാർട്ട് 1 നിങ്ങളെല്ലാവരും കണ്ടു വിശദമായിട്ട് മനസ്സിലായി കാണും. നമുക്കിനി ഇതിന്റെ സെക്കൻഡ് പാർട്ടിലോട്ട് പോവാം. ഈ ക്ലാസ് അത് ചാപ്റ്റർ നമ്പർ 4ന്റെ 2ാമത്തെ ഭാഗം. നമ്മൾ എന്താ പഠിച്ചതെന്ന് കഴിഞ്ഞ വീഡിയോ എടുത്ത് നോക്കുക, അല്ലെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യാം. നമ്മൾ മൂവിങ് ചാർജിങ്, ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മൂവിങ് ചാർജസ് ഉണ്ടെങ്കിൽ അതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഫോം ചെയ്യും നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അതിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത്തിന് വേരിയേഷനെ പറ്റിയും ഡിസ്റ്റൻസ് കൂടുന്നതനുസരിച്ച് അതിനനുസരിച്ച് ഉണ്ടാകുന്ന മാറ്റത്തെ പറ്റിയും തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ കറണ്ടിന്റെ ഡയറക്ഷൻ മാറുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ മാറുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതിനുശേഷം നമ്മൾ പറഞ്ഞത് എന്താ? അതിനുശേഷം നമ്മൾ പറഞ്ഞു നോക്കി മാഗ്നറ്റിക് ഫീൽഡിനെ റെപ്രസെന്റ് ചെയ്യുന്ന കാര്യം നമ്മൾ പറഞ്ഞു. ഇറ്റ്സ് എ വെക്ടർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു, യൂണിറ്റ് പറഞ്ഞു, ഡിഫറെന്റ് യൂണിറ്റ് പറഞ്ഞു, 1 Gauss is equal to 10 to the power of -4 ടെസ്ല എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് എന്താണ്. വാട്ട് ഈസ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്? അതായത് നമുക്കിപ്പോ ഓൾറെഡി ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു a current carrying conductor or a permanent magnetic arc. പെർമനന്റ് മാഗ്നറ്റിന് എങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് വരുന്നു നമുക്ക് ഡിസ്കസ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. വരുന്ന കളികളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എന്തായിരിക്കും മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് എന്ന് വെച്ചാൽ, നമുക്ക് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡിലേക്ക് ഞാൻ ഒരു ചാർജർ പാർട്ടിക്കിളിലേക്ക് കടത്തി വിടുകയാണ്. പോസിറ്റീവ് ഓർ നെഗറ്റീവ് ചാർജർ പാർട്ടിക്കിളിനെ ഞാൻ കടത്തി വിടുകയാണ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അത് ജസ്റ്റ് ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക, ക്ലിയർ ആയിട്ട് വായിച്ചു ചെയ്ത് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് മനസ്സിലാവും. ഓക്കെ, അതായത് ഒരു എക്സിസ്റ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിലേക്ക് ഞാൻ ഒരു ചാർജർ പാർട്ടിക്കിൾ ഒരു പർട്ടിക്കുലർ വെലോസിറ്റിയിലേക്ക് കടത്തി വിടുകയാണ്. അതാണ് നമ്മുടെ ടാസ്ക്. നോക്കിയേ, എഴുതിയിരിക്കുന്നത് എന്താ? When a moving charged particle enters an external magnetic field, there is a force on the charged particle. This force is called magnetic Lorentz force. എന്താണ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് എന്ന് വെച്ചാൽ, ഒരു മാഗ്നറ്റിക് ഫീൽഡിലേക്ക് ഒരു ചാർജർ പാർട്ടിക്കിളിനെ വിടുകയാണ്. ചാർജർ പാർട്ടിക്കിളിനെ വിടുമ്പോൾ എന്താ സംഭവിക്കുക? അതിനൊരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ആ ഫോഴ്സിന് നമ്മൾ പറയുന്ന പേരെന്താണ്? It is called magnetic Lorentz force. നമുക്ക് നോക്കാം എങ്ങനെയാണ്. ഓക്കെ, ഞാന് മാഗ്നറ്റിക് ഫീൽഡിനെ ബ്ലൂ ലൈൻസ് ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യണേ. മാഗ്നറ്റിക് ഫീൽഡിനെ എങ്ങനെ ബി എന്ന് വെച്ച് ഞാൻ റെപ്രസെന്റ് ചെയ്തു. ഞാന് ഇതിലേക്ക് ഒരു ചാർജർ പാർട്ടിക്കിളിനെ വിടുകയാണ്. നമുക്ക് ചാർജർ പാർട്ടിക്കിളിനെ വിടാം. ഓക്കെ, റോസ് കളർ ഇടാം. ഒരു ക്യൂ ചാർജ്, ഞാൻ പോസിറ്റീവ് ചാർജാണ് തൽക്കാലം എടുത്തിരിക്കുന്നത്. അതിനെ ഞാൻ ഈ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് വിട്ടു. എത്ര വെലോസിറ്റിയിൽ? ഒരു വി വെലോസിറ്റിയിൽ അതിനങ്ങോട്ട് വിട്ടു. ഓക്കെ, ഇത് ഒരു വിട്ടിരിക്കുന്ന ആംഗിൾ തീറ്റ. ഒരു മാഗ്നറ്റിക് ഫീൽഡിലേക്ക് ഒരു ചാർജർ പാർട്ടിക്കിളെ ഞാൻ വി വെലോസിറ്റിയിൽ വിട്ടു. ഓക്കെ, ആ ചാർജർ പാർട്ടിക്കിളിന്റെ വെലോസിറ്റിയുടെ ഡയറക്ഷനും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ആംഗിൾ ആണ് എത്ര? തീറ്റ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡും ചാർജർ പാർട്ടിക്കിളിന്റെ വെലോസിറ്റിയും തമ്മിലുള്ള ആംഗിൾ. ഇറ്റ്സ് ആംഗിൾ ബിറ്റ്വീൻ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താ പറയുന്നത്? ഒരു ചാർജർ പാർട്ടിക്കിളിന്റെ ചാർജിന്റെ വാല്യൂ ക്യൂ എടുത്തു. ഓക്കെ, ഒരു ക്യൂ ചാർജിനെ വി വെലോസിറ്റിയിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡിലേക്ക് വിടുകയാണ്. മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി എത്രയാ? ബി. അങ്ങനെയാണെങ്കിൽ ഈ ചാർജർ പാർട്ടിക്കിൾ എന്ത് എക്സ്പീരിയൻസ് ചെയ്യും? ഇറ്റ്സ് എക്സ്പീരിയൻസ് ഫോഴ്സ്. ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ആ ഫോഴ്സിന്റെ ഇക്വേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്ത്? F is equal to QVB. sin theta. എന്ത് വരും അത്? നോക്കി, നമുക്ക് ഫോഴ്സിന്റെ ഇക്വേഷൻ എഴുതി നോക്കാം. ഫോഴ്സിന്റെ ഇക്വേഷൻ എഴുതാം. എന്താ ഫോഴ്സ്? ഇറ്റ്സ് എ വെക്ടർ ക്വാണ്ടിറ്റി. F is equal to എന്തായിരിക്കും? Force is equal to എന്തായിരിക്കും? F equal to ചാർജ് മാഗ്നറ്റിക് ഫീൽഡിലേക്ക് പോകുന്ന വെലോസിറ്റി ഇൻറ്റു മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് ഇൻറ്റു
സൈൻ ആംഗിൾ ബിറ്റ്വീൻ ഏതൊക്കെ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് വെലോസിറ്റി. അതായത് ഫോഴ്സിന്റെ വാല്യൂ എത്രയാന്ന് കിട്ടും? ഫോഴ്സിന്റെ വാല്യൂ എത്രയാന്ന് കിട്ടും? ചാർജ് ഇൻറ്റു വെലോസിറ്റി ഇൻറ്റു മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റു സൈൻ വാല്യൂ ഓഫ് തീറ്റ. വാട്ട് ഇസ് തീറ്റ? തീറ്റ എന്താ? ഇറ്റ് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ വെലോസിറ്റി ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡ് ഇപ്പൊ എന്താ കിട്ടും? QVB. ഈ ഇക്വേഷനെ പറയുന്ന പേരാണ്, ഈ ഇക്വേഷനെയാണ് നമ്മൾ എന്ത് പറയാ? മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് എന്ന് പറയും. ഈ ഇക്വേഷനാണ് നമ്മൾ എന്ത് പറയാ? മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്. നമ്മുടെ എഴുതി വെച്ചിട്ടുണ്ട്, നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നോക്കിയേ എന്താ ഇക്വേഷൻ? ആ ഇക്വേഷൻ എന്താ നോക്കിയേ? ആ ഇക്വേഷൻ എന്താ നോക്കിയേ? F is equal to QVB sin theta. മറക്കരുത്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. എന്താണ്? F is equal to QVB sin theta. നോക്കിയേ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിനെ നമുക്ക് ഒരു വെക്ടർ നൊട്ടേഷനിൽ എങ്ങനെ മാറ്റാൻ നോക്കിയേ? ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് F is equal to Q into V cross B. F is equal to Q into V cross B. ഇത് നോക്കിയേ, നമുക്കറിയാം ക്രോസ് പ്രോഡക്റ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, മാത്തമാറ്റിക്സിൽ പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ +1 എവിടെയോ പഠിച്ചിട്ടുണ്ട്. +1 ഫസ്റ്റത്തെ ചാപ്റ്ററിലോ എവിടെയോ പഠിച്ചിട്ടുണ്ട് നിങ്ങളിത്. നോക്കിയേ മാത്തമാറ്റിക്സിലാണെന്ന് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചേ എന്തായിരിക്കും നോക്കിയേ. നമുക്കറിയാം ഇങ്ങനെയായിരിക്കും. നമുക്ക് ആ ഇക്വേഷൻ എങ്ങനെ എഴുതാം? A cross B equal to എങ്ങനെ എഴുതാം? AB sin theta. A cross B is equal to ഒരു വെക്ടർ ഡയറക്ഷൻ ഉണ്ട് n cap. അതിനൊരു അത് ക്രോസ് പ്രോഡക്റ്റ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി ആണ്. A cross B is equal to mod A mod B sin theta n cap. What is n cap? N cap is the direction of A cross B. A cross B യുടെ ഡയറക്ഷൻ ആണ് n cap. n cap എന്ന് പറയുന്നത് A cross B യുടെ ഡയറക്ഷൻ ആണ്. ഓക്കെ, ഇത് ക്ലിയർ അല്ലേ? ഇപ്പൊ കണ്ടന്റ് ക്ലിയർ അല്ലേ? അതുകൊണ്ടാണ് നോക്കിയേ സൈൻ തീറ്റ മാറ്റിയപ്പോൾ എന്തായി? F is equal to Q into V cross B. അഥവാ ഇതിനെ എങ്ങനെ എഴുതാം? F is equal to QVB sin theta. sin theta. ഇതാണ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്. ഇതാണ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്. ഇതെന്താ എന്താ കണ്ടന്റ് ഇത്രേ ഉള്ളൂ. ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ആ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് V വെലോസിറ്റിയിൽ ചാർജ് പാർട്ടിക്കിൾ പോവുകയാണ്. ആ ചാർജ് പാർട്ടിക്കിളിന് ഒരു ഫോഴ്സ് അനുഭവപ്പെടും. വളരെ സിമ്പിൾ, വളരെ സിമ്പിൾ. ഓക്കെ, അങ്ങനെയാണ് നോക്കിയേ. ഇതിന്റെ കുറച്ച് പ്രോപ്പർട്ടികൾ നമുക്ക് പഠിക്കാം. മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിന്റെ കുറച്ച് പ്രോപ്പർട്ടികൾ പഠിക്കാം. എന്താ നോക്കിയേ? ഫസ്റ്റത്തെ പ്രോപ്പർട്ടി, ഫസ്റ്റത്തെ കാര്യം നമുക്ക് നോക്കാം. എന്താ പറയുന്നത് നോക്കിയേ? മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ഡിപ്പെൻഡ് ഓൺ QV and B. മാഗ്നറ്റിക് ഫീൽഡ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് Qനെ Vനെ B. അത് നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? F is equal to QVB sin theta. ഇത് നമുക്ക് മനസ്സിലായി. എന്തൊക്കെ നോക്കി? ചാർജിനെ വെലോസിറ്റിനെ മാഗ്നറ്റിക് ഫീൽഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് മനസ്സിലായി. പിന്നെ അടുത്ത പോയിന്റ് വായിച്ചേ, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് നോക്കിയേ. എന്താ പറഞ്ഞത് നോക്കിയേ? ഫോഴ്സ് ഓൺ എ നെഗറ്റീവ് ചാർജ് ഈസ് ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് ദ പോസിറ്റീവ് ചാർജ്. മാഗ്നറ്റിക് ഫീൽഡിലേക്ക് എൻട്രി ചെയ്യുന്ന ചാർജ് നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ എന്താ സംഭവിക്കുക? പോസിറ്റീവ് ചാർജിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും അതിന് ഫോഴ്സ് അനുഭവപ്പെടുക. ഓക്കെ, ഫോഴ്സിന്റെ ഡയറക്ഷൻ നമുക്ക് പഠിക്കാം. ഫോഴ്സിന്റെ ഡയറക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കാം നമുക്ക് വരുന്ന അടുത്ത പോയിന്റിൽ എത്തുമ്പോഴത്തേക്ക് മനസ്സിലാവും. ഇത്ര മാത്രം ആലോചിച്ച് വെക്കുക. നോക്കിയേ, ചാർജ് ഓൺ എ നെഗറ്റീവ് ചാർജ്, ഫോഴ്സ് ഓൺ എ നെഗറ്റീവ് ചാർജ് ഈസ് ഓപ്പോസിറ്റ് ടു ദ നെഗറ്റീവ് ചാർജ്. നെഗറ്റീവ് ചാർജിന് ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, നമ്മളിപ്പോ ആദ്യത്തെ പോയിന്റ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ടാമത്തെ പോയിന്റ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. രണ്ടാമത്തെ പോയിന്റ് എന്താ നോക്കിയേ? രണ്ടാമത്തെ പോയിന്റ് the direction of magnetic force is perpendicular to both velocity and magnetic field. Its direction is given by screw rule or right hand rule or Fleming's left hand rule. അതായത് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് ഒരു ചാർജർ പാർട്ടിക്കിൾ എൻ്റർ ചെയ്യുമ്പോൾ അതിന് ഫോഴ്സ് അനുഭവപ്പെടും എന്ന് പറഞ്ഞു, ബൈ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്. ആ അനുഭവപ്പെടുന്ന ഫോഴ്സിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ഏതിനൊക്കെ ശ്രദ്ധിക്കണേ? ഇറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ബോത്ത് വെലോസിറ്റി ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡിനും വെലോസിറ്റിക്കും പെർപെൻഡിക്കുലർ ആയിരിക്കും. നമുക്കൊന്ന് നോക്കാം. നോക്കി, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഞാൻ വരച്ചേ. ഒരു മാഗ്നറ്റിക് ഫീൽഡ്, ആ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് എൻ്റെ ഒരു ചാർജർ പാർട്ടിക്കിൾ എൻ്റർ ചെയ്തു, V വെലോസിറ്റിയിൽ എൻ്റർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഈ ചാർജർ പാർട്ടിക്കിളിന് ഒരു ഫോഴ്സ് അനുഭവപ്പെടും. ആ ഫോഴ്സ് എങ്ങനെയാണെന്നാ പറഞ്ഞേ?
F is equal to QVB ആണ്. ആ ഫോഴ്സിന്റെ QVB സൈൻ തീറ്റയാണ്. ആ ഫോഴ്സിന്റെ ഡയറക്ഷൻ എങ്ങനെയാ? പെർപെൻഡിക്കുലർ ടു ബോത്ത് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് വെലോസിറ്റി. നമുക്ക് നോക്കാം. ഇപ്പം ഞാൻ ചാർജ് പാർട്ടിക്കിൾ ഇങ്ങനെയാണ്, ഫോഴ്സിന്റെ ഡയറക്ഷൻ മുകളിലോട്ടാണോ എന്ന് നമ്മൾ അസ്യൂം ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, ഈ ഗ്രീൻ കളറിലാണ് ഫോഴ്സ് വരച്ചിരിക്കുന്നത്. ഗ്രീൻ കളറിലെ ഫോഴ്സിന്റെ ഡയറക്ഷൻ നോക്കി, ഇപ്പോൾ ഇറ്റ്സ് പാരലൽ ടു വെലോസിറ്റിയാണ്. വെലോസിറ്റിയും ഫോഴ്സും പാരലലാണ്. അപ്പോൾ അത് ഫോഴ്സിന്റെ ഡയറക്ഷൻ അല്ല. താഴോട്ട് വരച്ചാലോ ഫോഴ്സ്, താഴോട്ടാണെങ്കിലോ ഫോഴ്സ്, അത് ആന്റി പാരലാണ്. അപ്പോഴും അത് പോസിബിൾ അല്ല. റൈറ്റിലോട്ട് വരച്ചാൽ അത് മാഗ്നറ്റിക് ഫീൽഡിന് പാരലായി പോവാണ്. ഇനി ലെഫ്റ്റോട്ട് വരച്ചാൽ മാഗ്നറ്റിക് ഫീൽഡിന് ആന്റി പാരലൽ ആവുകയാണ്. അപ്പോൾ ഫോഴ്സ് എപ്പോഴും പെർപെൻഡിക്കുലർ ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നോക്കി, ഇവിടെ പെർപെൻഡിക്കുലർ ആവുന്ന കണ്ടീഷൻ ഏത് മാത്രമേ ഉള്ളൂ? ഒന്നെങ്കിൽ ബോർഡിന് ഉള്ളിലോട്ടായിരിക്കും ഫോഴ്സിന്റെ ഡയറക്ഷൻ, അല്ലെങ്കിൽ ബോർഡിന് പുറത്തോട്ടായിരിക്കും മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. ബോർഡിന് പുറത്തോട്ടായിരിക്കും മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവുന്ന ഫോഴ്സ് താഴോട്ടോ മുകളിലോട്ടാണോ, ഒന്നുകിൽ പേപ്പറിനുള്ളിലോട്ട് പേപ്പറിന് പുറത്തോട്ട്, അതെങ്ങനെ കണ്ടുപിടിക്കാം? പെർഫെക്റ്റ് ഡയറക്ഷൻ എങ്ങനെ സംസാരിക്കാം, എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഫ്ലെമിങ്സിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കാം, സ്ക്രൂ റൂൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കാം. നമുക്ക് ഫ്ലെമിങ്സിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. ഫ്ലെമിങ്സിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ച് നമുക്ക് ആ ഡയറക്ഷൻ കണ്ടുപിടിക്കുന്നത് പഠിക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് ഫ്ലെമിങ്സിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ? ഇത് പറയുന്ന നോക്കിയേ, ഫ്ലെമിങ്സിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്താ നോക്കിയേ. ഇഫ് വി arrange our thumb, forefinger and middle finger of the left hand perpendicular to each other. നമ്മുടെ ഇടത് കൈ എടുക്കുക, ശ്രദ്ധിക്കുക, ലെഫ്റ്റ് ഹാൻഡ് എടുക്കുക. ഇടത് കൈൻ്റെ ഏതൊക്കെയാ? ഫോർ ഫിംഗർ, മിഡിൽ ഫിംഗർ ആൻഡ് തമ്പ്, ഫോർ ഫിംഗർ ആൻഡ് മിഡിൽ ഫിംഗർ. അതെങ്ങനെ ലൈൻ ചെയ്യണമെന്ന് പറഞ്ഞേ? ലെഫ്റ്റ് ഹാൻഡ് പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ, മൂന്നും പെർപെൻഡിക്കുലർ ആയിരിക്കണം. നോക്കിയേ, ഇത് തമ്മിൽ ആംഗിൾ പെർപെൻഡിക്കുലറാ, ഇവ തമ്മിൽ പെർപെൻഡിക്കുലറാ. അങ്ങനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ തമ്പ്, ഫോർ ഫിംഗർ, മിഡിൽ ഫിംഗർ പെർപെൻഡിക്കുലർ ആയിട്ട് പിടിക്കുന്നു. എന്നിട്ട് എന്താ പറഞ്ഞേ? ദെൻ തമ്പ് പോയിന്റ്സ് ടുവാർഡ്സ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫോഴ്സ്. ഈ തമ്പ് എന്തിന്റെ ഡയറക്ഷൻ തരും? മാഗ്നറ്റിക് ഫോഴ്സിന്റെ ഡയറക്ഷൻ തരും. ഇനി എന്താ? ഫോർ ഫിംഗർ പോയിന്റ് ടുവാർഡ്സ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ഫോർ ഫിംഗർ എന്താ തരിക? ഇറ്റ് ഗിവ്സ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ഇനി എന്താ? മിഡിൽ ഫിംഗർ എന്താ തരുന്നത്? ഡയറക്ഷൻ ഓഫ് കറണ്ടിന് തരും. അതായത് നമ്മുടെ തമ്പ് എന്താ തരിക? ഫോഴ്സ്. ഇതെന്താ തരിക? മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. ഇറ്റ് ഗിവ്സ് ദ മാഗ്നറ്റിക് ഫീൽഡ്. ഇനി നമ്മുടെ നോക്കിയേ, നമ്മുടെ മിഡിൽ ഫിംഗർ എന്താ തരിക? ഡയറക്ഷൻ ഓഫ് കറണ്ട്. ഓക്കെ, ഡയറക്ഷൻ ഓഫ് കറണ്ട്. ക്ലിയർ? ഇറ്റ് ഗിവ്സ് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട്. നമുക്ക് നോക്കാം, ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഓക്കെ, ലെറ്റ്സ് കൺസിഡർ എ മാഗ്നറ്റിക് ഫീൽഡ്. Let's consider a magnetic field B. ഇതിലേക്ക് ഞാനൊരു ചാർജർ പാർട്ടിക്കിളിനെ വിടുകയാണ്. ഞാനൊരു ചാർജർ പാർട്ടിക്കിളിനെ മുകളിലോട്ട് വിടുകയാണ്. ഒരു ചാർജർ പാർട്ടിക്കിളിന് പോസിറ്റീവ് ചാർജാണേ. പോസിറ്റീവ് ചാർജിനെ മുകളിലോട്ട് വിടുകയാണ്. പോസിറ്റീവ് ചാർജ് മുകളിലോട്ട് പോകുമ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്ത് തന്നെയായിരിക്കും? പോസിറ്റീവ് ചാർജിൻ്റെ ഡയറക്ഷൻ തന്നെയായിരിക്കും. കറണ്ടിൻ്റെ ഡയറക്ഷൻ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്, പ്രീവിയസ് ചാപ്റ്റേഴ്സിൽ പഠിച്ചിട്ടുണ്ട്. കറണ്ടിൻ്റെ ഡയറക്ഷൻ തന്നെയായിരിക്കും ചാർജിന്റെ ഡയറക്ഷൻ തന്നെയായിരിക്കും എന്തിന്റെ ഡയറക്ഷനും? കറണ്ടിന്റെ ഡയറക്ഷനും. സോ നമുക്ക് ഫ്ലെമിങ്സിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ അപ്ലൈ ചെയ്തിട്ട് ഫോഴ്സിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാം. നോക്കിയേ, ഞാൻ എൻ്റെ തമ്പ്, മിഡിൽ ഫിംഗർ, ഫോർ ഫിംഗർ, മിഡിൽ ഫിംഗറിനെ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ പിടിച്ചു. എന്നിട്ട് ഇതെന്തിനെ തരുമെന്നാ പറഞ്ഞേ? നമ്മുടെ ഫോർ ഫിംഗർ എന്ത് തരുമെന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ഞാൻ ഇതിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ പിടിച്ചു. നോക്കിയേ, നിങ്ങൾ കാണുമ്പോൾ നോക്കിയേ, നിങ്ങളെ പിടിക്കുന്നത് ശ്രദ്ധിച്ച് പിടിക്കണേ. നോക്കി നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ പിടിക്കുന്നു. ഓക്കെ, എന്നിട്ട് നമ്മുടെ കറണ്ടിന്റെ ഡയറക്ഷനിൽ എന്തിനെ പിടിക്കുന്നു? നമ്മുടെ ചാർജർ പാർട്ടിക്കിളിനെ പിടിക്കുന്നു. കറണ്ടിന്റെ ഡയറക്ഷനിൽ പിടിക്കുന്നു നമ്മുടെ മിഡിൽ ഫിംഗർ. ഫോഴ്സ് എങ്ങോട്ടാണ് അനുഭവപ്പെടുക? ബോർഡിനുള്ളിലോട്ടാണ് അനുഭവപ്പെടും. നിങ്ങൾ പിടിക്കുമ്പോൾ തിരിഞ്ഞു നിന്ന് പിടിക്കണേ. ഞാൻ പിടിച്ചതുപോലെയല്ല. നിങ്ങൾ എന്നെ വാച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ എൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്നിട്ടാണ് വാച്ച് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. അപ്പോൾ നിങ്ങൾ നോക്കണേ, അത് ആലോചിച്ച് വേണം ചെയ്യാൻ. നിങ്ങൾ എന്നെ വാച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ഓപ്പോസിറ്റ് വാച്ച് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഡയറക്ഷൻ എക്സാക്ട്ലി മാറും. അപ്പോൾ നിങ്ങൾ നോക്കിയേ,
നിങ്ങൾ നോക്കി തിരിഞ്ഞു നിന്നിട്ട് വേണം അത് പിടിച്ചു നോക്കാൻ. അപ്പോൾ ഫോഴ്സിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ഇറ്റ് ഈസ് ടുവാർഡ് ഇൻ ടു ദ ബോർഡിനുള്ളിലോട്ടായിരിക്കും. അതിനെങ്ങനെ ക്രോസ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യും. അല്ലെങ്കിൽ ബോർഡ് എങ്ങനെ ഇൻ ടു ദ ബോർഡായിരിക്കും. ഫോഴ്സ് ഇൻ ടു ദ ബോർഡായിരിക്കും. ഓക്കെ, ഇൻ ടു ദ ബോർഡായിരിക്കും. ഇനി നമുക്ക് അന്ന് അടുത്തൊരു ഡയറക്ഷൻ പിടിച്ചു നോക്കാം. അടുത്തൊരു അവസ്ഥ നോക്കിയേ. നമുക്കൊന്ന് ട്രൈ ചെയ്യാം. നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിനെ എങ്ങോട്ട് വെക്കാം? മാഗ്നറ്റിക് ഫീൽഡിന് താഴോട്ട് വെക്കാം. മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടാ? താഴോട്ടാണ്. മാഗ്നറ്റിക് ഫീൽഡ് താഴോട്ടാണ്. ഓക്കെ, നമുക്ക് ചാർജർ പാർട്ടിക്കിളിനെ എങ്ങനെ വിടാം? ലെഫ്റ്റ് സൈഡിലോട്ട് വിടാം. ചാർജർ പാർട്ടിക്കിളിനെ ഞാൻ ലെഫ്റ്റ് സൈഡിലോട്ട് വിടുകയാണ്. ചാർജർ പാർട്ടിക്കിളിനെ പോസിറ്റീവ് ചാർജിനെ ലെഫ്റ്റ് സൈഡിലോട്ട് വിട്ടു. നമ്മുടെ ഫിംഗേഴ്സ് പിടിച്ച് നോക്കിയേ. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനിലേക്ക് എൻ്റെ തമ്പ് വെച്ചു. എൻ്റെ കറണ്ടിന്റെ ഡയറക്ഷനിലേക്ക് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനിലേക്ക് നമ്മൾ 4 ഫിംഗർ വെച്ചു. എൻ്റെ മിഡിൽ ഫിംഗറിനെ ഞാൻ കറണ്ടിന്റെ ഡയറക്ഷനിൽ വെച്ചു. ഫോഴ്സ് എങ്ങോട്ടാ? ബോർഡിന് പുറത്തോട്ടായിരിക്കും. നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾ 2-3 സ്വന്തം മാഗ്നറ്റിക് ഫീൽഡ് ലൈനും ചാർജർ പാർട്ടിക്കിളിലേക്ക് വിട്ടിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഫെമിലിയർ ആയിരിക്കും. അപ്പോൾ ഫ്ലെമിങ്സിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഇതാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ഔട്ട് ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. ഫോഴ്സും മാഗ്നറ്റിക് ഫീൽഡും തന്നാൽ കറണ്ടിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാം. മാഗ്നറ്റിക് ഫീൽഡും കറണ്ടും തന്നാൽ ഫോഴ്സിന്റെ ഡയറക്ഷൻ ഒക്കെ കണ്ടുപിടിക്കാം. അപ്പോൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിലേക്ക് ഒരു ചാർജർ പാർട്ടിക്കിൾ എൻട്രി ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഫ്ലെമിങ്സിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂള് നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, ഇനി അടുത്ത പോയിന്റ്. നമ്മളിപ്പോൾ ഏതൊക്കെ പോയിന്റ് പറഞ്ഞേ? ഒരു പോയിന്റ്, 2 പോയിന്റ് പറഞ്ഞു. അതിൽ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ പറഞ്ഞു. നമുക്ക് മൂന്നാമത്തെ പോയിന്റ് നോക്കാം. മൂന്നാമത്തെ പോയിന്റ് എന്ന് തോന്നിയേ, ദ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ഈസ് 0 ഇഫ് ദ ചാർജ് ഈസ് നോട്ട് മൂവിങ്. ഓൺലി എ ചാർജ് ഫീൽസ് ദ മാഗ്നറ്റിക് ഫോഴ്സ്. അതായത് ഒരു ചാർജിന് ഫോഴ്സ് അനുഭവപ്പെടുന്ന ദർ മസ്റ്റ് ബി എ വെലോസിറ്റി. ഒരു വെലോസിറ്റി ഉണ്ടായിരിക്കണം. നമുക്ക് ഈ പോയിന്റിന്റെ എക്സ്പ്ലനേഷൻ നോക്കാം. ഇപ്പോൾ ഇതൊരു മാഗ്നറ്റിക് ഫീൽഡാണ്. നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിന് ബ്ലൂ ലൈൻ ഉപയോഗിച്ച് തന്നെ വരയ്ക്കാം. നമ്മളെപ്പോഴും ബ്ലൂ ലൈൻ ഉപയോഗിച്ചല്ലേ വരയ്ക്കാറ്. ഓക്കെ, ബ്ലൂ ലൈൻ ഉപയോഗിച്ച് വരയ്ക്കാം. ഞാൻ അതിലേക്കൊരു ചാർജർ പാർട്ടിക്കിളിനെ വിട്ട്. പക്ഷേ ഈ ചാർജർ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നില്ല. ഇവിടെ വെലോസിറ്റി 0 ആണെന്ന് എഴുതിക്കോ. അപ്പോൾ നമ്മുടെ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്താ നമ്മൾ പഠിച്ചത്? F is equal to QVB sin theta. V 0 ആണെങ്കിൽ V is equal to 0 ആയി എന്തായി മാറും? F is equal to എന്തായി മാറും? F 0 ആയിരിക്കും. അതാണ് ഈ പോയിന്റ് പറയുന്നത്. മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ഈസ് 0 ഇഫ് ചാർജ് ഈസ് നോട്ട് മൂവിങ്. ചാർജ് മൂവ് ചെയ്യുന്നില്ലെങ്കിൽ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി അടുത്തത് എന്താ? ദ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ഈസ് 0. അതായത് F is equal to 0 if velocity and magnetic field are parallel or anti-parallel. ആ എക്സ്പ്ലനേഷൻ നോക്കാം. നമുക്ക് നോക്കിയേ. നമുക്ക് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിനെ വരയ്ക്കേ. മാഗ്നറ്റിക് ഫീൽഡിനെ വരച്ചു. ഇത് നമുക്ക് ഫോഴ്സിന്റെ ഇക്വേഷൻ നേരത്തെ എഴുതി വെക്കാം. F is equal to എന്തായിരുന്നു? QVB sin theta ആയിരുന്നു. ഞാൻ എൻ്റെ ചാർജർ പാർട്ടിക്കിളിനെ നോക്കി. ഇതാണ് ചാർജർ പാർട്ടിക്കിൾ. അതിന് പാരലൽ ടു മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാ? റൈറ്റ് സൈഡാണ്. ഞാൻ ചാർജർ പാർട്ടിക്കിളിന് റൈറ്റ് സൈഡിൽ തന്നെ വിട്ടു. V വെലോസിറ്റിയിൽ വിട്ടു. സോ നോക്കിയേ, ഇവ തമ്മിലുള്ള ആംഗിൾ എത്ര? രണ്ടും പാരലല്ല, രണ്ടും സെയിം ഡയറക്ഷനില്ല. ദ ആംഗിൾ ആ തീറ്റ അവിടെ എന്താ? തീറ്റ 0 ആണ്. അവിടെ നമ്മുടെ തീറ്റയുടെ വാല്യൂ എത്രയാണ്? നമ്മുടെ തീറ്റയുടെ വാല്യൂ 0 ആണ്. അപ്പോൾ സൈൻ തീറ്റ എന്തായിരിക്കും? സൈൻ 0 എന്തായിരിക്കും? സൈൻ 0 എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ സൈൻ 0 ആണെങ്കിൽ എഫ് എന്തായി മാറും? എഫും 0 ആയി മാറും. നമ്മുടെ ഫോഴ്സ് എന്തായി? 0. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡും ചാർജ്ഡ് പാർട്ടിക്കിളിന്റെ ഡയറക്ഷനും പാരലൽ ആണെങ്കിൽ അതിന് ഫോഴ്സ് അനുഭവപ്പെടുവോ? ഫോഴ്സ് അനുഭവപ്പെടില്ല. ചാർജ്ഡ് പാർട്ടിക്കിൾ എന്ത് അനുഭവപ്പെടില്ല? ഫോഴ്സ് അനുഭവപ്പെടില്ല. ഫോഴ്സ് ഈസ് ഈക്വൽ ടു 0 ആവും. ഓക്കെ, ഫോഴ്സ് ഈസ് ഈക്വൽ ടു 0 ആവും. ഇനി നമുക്ക് ആൻറ്റി പാരലൽ ആയിട്ട് വിട്ട് നോക്കാം. ഓക്കെ, നമ്മളിപ്പോൾ വിട്ടത് മാഗ്നറ്റിക് ഫീൽഡിന് പാരലൽ ആയിട്ടായിരുന്നു. ഇനി നമുക്ക് എന്തായിട്ട് വിടാം? ആൻറ്റി പാരലൽ ആയിട്ട് വിടാം. അതായത് ഇതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് വിടാം. മാഗ്നറ്റിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വിട്ടു. നോക്കിയേ, ഒരു ഡയറക്ഷൻ ഇങ്ങോട്ട്, അടുത്ത ഡയറക്ഷൻ ഇങ്ങോട്ട്. രണ്ടും ആൻറ്റി പാരലല്ല. ഇവിടുത്തെ തീറ്റ എത്രയാ? 180 ഡിഗ്രി. ഇപ്പോൾ നമ്മുടെ ഫോഴ്സിൻ്റെ ഇക്വേഷൻ F is equal to QVB sin theta. അപ്പോൾ സൈൻ 180 എന്ത് വരും? സൈൻ 180 എന്ന് പറഞ്ഞാൽ എത്രയാ? 0. അപ്പോൾ ഫോഴ്സ് എന്തായി മാറും? ഫോഴ്സ് ഈസ് ഈക്വൽ ടു 0. അതായത് നമുക്ക് ഇവിടുന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ?
When a charged particle moving parallel or anti-parallel to a magnetic field, അവിടെ അനുഭവപ്പെടുന്ന മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് എന്താ? സീറോ. ചാർജർ പാർട്ടിക്കിളിന് എന്ത് അനുഭവപ്പെടില്ല? ഫോഴ്സ് അനുഭവപ്പെടില്ല. ചാർജർ പാർട്ടിക്കിളിന് ഫോഴ്സ് അനുഭവപ്പെടില്ല. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പഠിച്ച ഫോഴ്സും സീറോ ആവുന്ന 3 കണ്ടീഷൻസ് നമ്മൾ പഠിച്ചു. ഏതൊക്കെയാ? വെൻ എ ചാർജർ പാർട്ടിക്കിൾ ഈസ് അറ്റ് റെസ്റ്റ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ചാർജർ പാർട്ടിക്കിൾ റെസ്റ്റ് ആണ്, അതായത് വെലോസിറ്റി ഇല്ലെങ്കിൽ ആ ചാർജർ പാർട്ടിക്കിളിന് എന്ത് അനുഭവപ്പെടില്ല? ഫോഴ്സ് അനുഭവപ്പെടില്ല. പിന്നെ ചാർജർ പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിന് പാരലായിട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഫോഴ്സ് അനുഭവപ്പെടില്ല. മാഗ്നറ്റിക് ഫീൽഡിന് ആന്റി പാരലായിട്ടാണ് ചാർജർ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നതെങ്കിലും ഫോഴ്സ് അനുഭവപ്പെടില്ല. ഫോഴ്സ് ഈസ് ഈക്വൽ ടു 0 ആണ്. ഓക്കെ, ഫോഴ്സ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ നമ്മൾ പഠിച്ച പോയിന്റ്സ് എന്തൊക്കെയാന്ന് നോക്കിയേ. ഒന്നെന്താ? മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു പറഞ്ഞു? QVBനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. പിന്നെന്താ പറഞ്ഞ? ഫോഴ്സ് എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ആയിരിക്കും മാഗ്നറ്റിക് ഫീൽഡിനും ചാർജർ പാർട്ടിക്കിളിൻ്റെ ഡയറക്ഷനും. പിന്നെന്താ? ഫ്ലെമിങ്സിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മളെന്താ പറഞ്ഞ? മാഗ്നറ്റിക് ഫീൽഡ് 0 ആവുന്ന 3 കണ്ടീഷൻസും നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. നമുക്ക് ഇപ്പോൾ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുമാത്രമല്ല, നമുക്കിനി മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് വെച്ചിട്ടുള്ള 2-3 പ്രത്യേകതകളും കൂടെ പഠിക്കാനുണ്ട്. ഒരു മാഗ്നറ്റിക് ഫീൽഡിലേക്ക് ചാർജർ പാർട്ടിക്കിൾ പെർപെൻഡിക്കുലർ ആയിട്ട് എൻട്രി ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? ഒരു പർട്ടിക്കുലർ ആംഗിൾ ബിറ്റ്വീൻ 0 ആൻഡ് 90 ഇടയിൽ എൻട്രി ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഞാൻ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. ഇപ്പോൾ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് എല്ലാവരും കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, ബൈ ബൈ.